മെലിഞ്ഞ ശരീരം, വശ്യമായ ചിരി, പാവത്താൻ ഇമേജ്. ഇന്ദ്രൻസ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ ഉള്ളിൽ ഓടിയെത്തുന്ന രൂപമിതാണ്. എന്നാൽ ഇന്ന് അയാൾ വെറുമൊരു കൊമേഡിയൻ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളാണ്. തിരുവനന്തപുരത്തെ ഒരു സാധാരണ തയ്യൽക്കാരനിൽ നിന്നും സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിലെയും ഷാങ്ങായ് ചലച്ചിത്രമേളയിലെയും മികച്ച നടനുള്ള അവാർഡ് നേടിയതുവരെയുള്ള അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും അതിജീവനത്തിന്റെയും യാത്ര നമുക്കൊന്ന് അടുത്തറിയാം. 1956 മാർച്ച് 12-ന് തിരുവനന്തപുരത്തെ കുമാരപുരത്ത് കൊച്ചുവേലുവിന്റെയും ഗോമതിയുടെയും 7 മക്കളിൽ മൂന്നാമനായാണ് സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസിന്റെ ജനനം. കടുത്ത ദാരിദ്ര്യം കാരണം 4-ാം ക്ലാസ്സിൽ തന്നെ പഠനം നിർത്തേണ്ടി വന്നു. യൂണിഫോം വാങ്ങാൻ പണമില്ലാത്തതും വീട്ടിലെ സാഹചര്യങ്ങളുമാണ് പഠനത്തിന് തടസ്സമായത്. എന്നാൽ കലയോടുള്ള താല്പര്യം കൊണ്ട് അദ്ദേഹം നാടകങ്ങളിൽ സജീവമായി. ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന സീരിയലിലൂടെ അക്കാലത്ത് തന്നെ ശ്രദ്ധേയനായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം തയ്യൽ പഠിച്ചു. പിന്നീട് സഹോദരനൊപ്പം ഇന്ദ്രൻസ് ബ്രദേഴ്സ് എന്ന പേരിൽ തയ്യൽ കട ആരംഭിച്ചു. ഈ കടയുടെ പേരാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർന്നത്. ഒരു കോസ്റ്റ്യൂം ഡിസൈനറായാണ് ഇന്ദ്രൻസ് സിനിമയിലെത്തുന്നത്. 1981-ൽ ചൂതാട്ടം എന്ന സിനിമയിലൂടെ കോസ്റ്റ്യൂം ഡിസൈനറായും ചെറിയൊരു വേഷത്തിലൂടെ നടനായും അരങ്ങേറി. മലയാളത്തിലെ വിഖ്യാത സംവിധായകൻ പത്മരാജന്റെ അപരൻ, ഇന്നലെ, ഞാൻ ഗന്ധർവൻ എന്നീ സിനിമകളിൽ വസ്ത്രാലങ്കാരം ചെയ്തതുവഴി സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. പിന്നീട് മാലയോഗം, അയലത്തെ അദ്ദേഹം, ഉത്സവമേളം, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ സ്ഥിര സാന്നിധ്യമായി. കോമഡി രാജാക്കന്മാരായ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, മാമുക്കോയ തുടങ്ങിയ പ്രതിഭകൾക്കൊപ്പം ഇന്ദ്രൻസും തിളങ്ങി. അദ്ദേഹം അവതരിപ്പിച്ച മികച്ച കഥാപാത്രങ്ങൾ മാത്രം നോക്കിയാൽ 1993-ൽ പുറത്തിറങ്ങിയ മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിലെ കല്യാണ ദല്ലാൾ വേഷം, 94-ൽ CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന ചിത്രത്തിലെ കുഞ്ഞു എന്ന കഥാപാത്രം, പിന്നീട് മാനത്തെ കൊട്ടാരത്തിൽ ഒരു മതിലിന്റെ ഇടയിൽ തലയിട്ട് കാമുകിയെ കവിത ചൊല്ലി ഇംപ്രസ് ചെയ്യിക്കുന്ന അപ്പു എന്ന കഥാപാത്രം, അനിയൻ ബാവ ചേട്ടൻ ബാവയിലെ ബാലൻ എന്ന കഥാപാത്രം, ആദ്യത്തെ കൺമണിയിലെ നാരായണൻകുട്ടി, സ്ഫടികത്തിലെ പൂക്കോയയുടെ പണിക്കാരൻ ഗഫൂർ, 3 Men ആർമിയിലെ കടുത്ത രജനീകാന്ത് ഫാനായ ഓട്ടോ ഡ്രൈവർ ഭാഷ സുരേന്ദ്രൻ, കിലുകിൽ പമ്പരത്തിലെ ജയറാമിനെയും ജഗതിയെയും വട്ടം കറക്കുന്ന സാക്ഷി സദാനന്ദൻ, അതുപോലെ ദിലീപ് ചിത്രം പാണ്ടിപ്പടയിലെ കള്ളുകുടിച്ച് ഫിറ്റാകുമ്പോൾ താൻ പകൽ ചെയ്ത കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു പറയുന്ന കറുപ്പയ്യ മുതലാളിയുടെ കാര്യസ്ഥൻ വീരമണി, പഞ്ചാബി ഹൗസിലെ കാര്യസ്ഥൻ ഉത്തമൻ, ആട് എന്ന ജയസൂര്യ ചിത്രത്തിലെ ഹൈറേഞ്ചിലെ വിപ്ലവസിംഹം, തീപ്പൊരി നേതാവ് PP ശശി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും മികച്ച കഥാപാത്രങ്ങൾ. മെലിഞ്ഞ ശരീരപ്രകൃതിയും തനതായ സംഭാഷണ ശൈലിയും അദ്ദേഹത്തെ എന്നും വ്യത്യസ്തനാക്കിയിരുന്നു. വർഷങ്ങളോളം കോമഡി വേഷങ്ങളിൽ ഒതുങ്ങി നിന്ന ഇന്ദ്രൻസിനെ തേടി പതുക്കെ ഗൗരവകരമായ വേഷങ്ങളെത്തി. 2014-ൽ അപ്പോത്തിക്കിരി എന്ന സിനിമയിലെ വേഷത്തിന് സംസ്ഥാന പുരസ്കാരത്തിന്റെ പ്രത്യേക പരാമർശം ലഭിച്ചു. ഇന്ദ്രൻസിലെ നടന്റെ മറ്റൊരു മുഖം മലയാളികൾ അവിടെ കണ്ടു. 2018-ൽ ആളൊരുക്കം എന്ന ചിത്രത്തിലെ കാണാതായ മകനെ തേടി അലയുന്ന തുള്ളൽ കലാകാരനായി ഇന്ദ്രൻസ് പകർന്നാടിയപ്പോൾ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. 2019-ലെ വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിലൂടെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് നേടി അദ്ദേഹം ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. അതുപോലെ 2020-ലെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ നായകനായ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയായ അഞ്ചാം പാതിരയിലെ സീരിയൽ കില്ലർ റിപ്പർ രവി, 2021-ൽ റോജിൻ തോമസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹോം എന്ന സിനിമയിലെ ഒലിവർ ട്വിസ്റ്റ് എന്ന കഥാപാത്രം ഇന്ത്യയിലൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിലെ മികച്ച അഭിനയത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശം ലഭിച്ചു. 2022-ലെ രതീഷ് രഘുനന്ദൻ സംവിധാനം നിർവഹിച്ച ത്രില്ലർ മൂവിയായ ഉടൽ എന്ന ചിത്രത്തിലെ കുട്ടിച്ചൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിലെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഇന്ദ്രൻസ് കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. 2023-ൽ ഷമാൽ സുലൈമാൻ സംവിധാനം ചെയ്ത ലുക്കുമാൻ അവറാൻ, ജാഫർ ഇടുക്കി എന്നിവർ അണിനിരന്ന ജാക്സൺ ബസാർ യൂത്ത് എന്ന ചിത്രത്തിലെ CI സദാശിവനായി വരുന്ന കഥാപാത്രവും ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. 1985-ലായിരുന്നു ശാന്തകുമാരിയുമായിട്ടുള്ള വിവാഹം. ഇവർക്ക് മഹിത, മഹേന്ദ്രൻ എന്നിങ്ങനെ 2 മക്കളുമുണ്ട്. സിനിമയിലെ വലിയ താരമായിട്ടും ഇപ്പോഴും ലാളിത്യം മുറുകെ പിടിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. 4-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഇന്ദ്രൻസ് 2024-ൽ 7-ാം ക്ലാസ് തുല്യതാ പരീക്ഷയും
10ാം തരം പരീക്ഷയും എഴുതി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അപകർഷതാ ബോധമായിരുന്നു എൻ്റെ കൈമുതൽ എന്ന് പറയുന്ന ഇന്ദ്രൻസ് തൻ്റെ പോരായ്മകളെ തൻ്റെ കരുത്താക്കി മാറ്റിയ വലിയൊരു കലാകാരനാണ്. തയ്യൽക്കാരൻ, കോസ്റ്റ്യൂം ഡിസൈനർ, ഹാസ്യനടൻ, ഒടുവിൽ ഇന്ത്യ അറിയപ്പെടുന്ന സ്വഭാവ നടൻ. ഈ വളർച്ച നമ്മൾ ഓരോരുത്തർക്കും വലിയൊരു പാഠമാണ്. സിനിമയിലെ നിറപ്പകട്ടുകൾക്കിടയിലും താൻ വന്ന വഴി മറക്കാത്ത ആ തയ്യൽക്കാരൻ ഇന്നും വിനയത്തോടെ നമ്മുടെ മുമ്പിലുണ്ട്. തോൽക്കാൻ മനസ്സില്ലാത്തവർക്കുള്ള വലിയൊരു പാഠമാണ് ഇന്ദ്രൻസ് എന്ന ഈ മനുഷ്യൻ. വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിട്ടാൽ ആകാശത്തോളം വളരാമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഇന്ദ്രൻസ് എന്ന നടന്റെ ഈ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം ഏതാണ്? ഹോമിലെ ഒലിവർ ട്വിസ്റ്റാണോ അതോ 5ാം പാതിരയിലെ റിപ്പർ രവിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.